നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ് 8 എക്സസൈസ് 9.1ലെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. There is a pentagonal shaped park as shown in the figure. For finding its area, Jyoti and Kavita divided it in two different ways. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു പെൻറ്റഗണൽ ഷേപ്പ്ഡ് പാർക്കിന്റെ ഏരിയ കാണാനാണ്. അതിന്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഏരിയ കാണാൻ 2 ഡിഫറെന്റ് വേസിലൂടെ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ജ്യോതി ആ പെൻറ്റഗണെ എങ്ങനെ ഡിവൈഡ് ചെയ്തു എന്ന ഒരു ഫിഗറും അതുപോലെ കവിത അതിനെ ഡിവൈഡ് ചെയ്ത ഫിഗറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ടത് 2 ഡിഫറെന്റ് വേസിലൂടെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പോളിഗണിസ് ഏരിയ കാണാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഇല്ല. കോർഡിലേറ്റർ അതുപോലെ ട്രയാങ്കിളിനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ബട്ട് ഇൻ പെൻറ്റഗൺ, ഹെക്സഗൺ അതുപോലുള്ള പോളിഗൺസിന് ഏരിയ കാണാനുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇക്വേഷൻ ഇല്ല. അതുകൊണ്ട് അതിനെ പെൻറ്റഗണിനെ പോലുള്ള പോളിഗണിനെ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ കോർഡിലേറ്റേഴ്സ് ആയും അതുപോലെ കോർഡിലേറ്റർ ആയും ട്രയാങ്കിൾ ആയും ഒക്കെ ഡിവൈഡ് ചെയ്തതിന് ശേഷം, സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അവയുടെ ഏരിയ കണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് പെൻറ്റഗണിൻ്റെ ഏരിയ ലഭിക്കുന്നത്. സോ ഇവിടെ ജ്യോതി എങ്ങനെയാണ് ആ പെൻറ്റഗണിനെ ഡിവൈഡ് ചെയ്തത് എന്ന്, സ്പ്ലിറ്റ് ചെയ്തത് എന്ന് നോക്കാം. ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഉപയോഗിച്ച്, ഒരു പെർപെൻഡിക്കുലർ ലൈൻ അതിൻ്റെ സെൻറ്ററിലൂടെ വരയ്ക്കുമ്പോൾ അതിനെ 2 ഈക്വൽ ട്രപ്പീസിയമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബട്ട് കവിതയുടെ കേസിലാവുമ്പോൾ കവിത എന്ത് ചെയ്തു? ഒരു ഡയഗണൽ വരച്ച് ആ ഒരു പെൻറ്റഗണിനെ സ്ക്വയർ ആയിട്ടും അതുപോലെ ട്രയാങ്കിൾ ആയിട്ടും ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ 2 ഡിഫറെൻറ്റ് വേസിലൂടെയാണ് ആ ഒരു ഫിഗറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ജ്യോതി ഡയഗ്രം ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഏരിയ ഓഫ് pentagon equal to 2 into area of trapezium. Into area of a trapezium. ഇവിടെ ട്രപ്പീസിയം ടൈപ്പിലുള്ള ഒരു കോർഡിലേറ്റർ ആണ്. 2 ഇൻറ്റു വരാൻ കാരണം ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണുമ്പോൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് പെൻറ്റഗൺ കിട്ടും. സോ എങ്ങനെയാണ് ഏരിയ ഓഫ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിനുള്ള ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഏരിയ ഓഫ് ട്രപ്പീസിയത്തിൻ്റെ ഇക്വേഷൻ, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് 1/2 ഇൻറ്റു എ പ്ലസ് ബി, 1/2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്, 1/2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. 2ഉം 2ഉം വെട്ടിപ്പോവും. That's equal to a plus b into h. എ പ്ലസ് ബി എന്നാണ് ട്രിപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിരിക്കും. 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിരിക്കും. കോർഡിനേറ്റേഴ്സിന് 2 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവും. ബട്ട് ഇൻ ട്രപ്പീസിയം 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എ ആൻഡ് ബി ഈസ് 2 ഓപ്പോസിറ്റ് പാരലൽ ഓപ്പോസിറ്റ് സൈഡാണ് എ ആൻഡ് ബി. ഇവിടെ ഈ ഒരു സൈഡിനെ നമ്മൾക്ക് എ ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ പാരലൽ ആയിട്ട് വരുന്നത്
ഈ ഒരു സൈഡ് ബി ആയിട്ട് നമ്മൾക്ക് എടുക്കാം. എയുടെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 15 ആണ്. എ ഇസ് ഈക്വൽ ടു 15 മീറ്റർ ആണ്. ദെൻ ബിയും ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് പി ആയിട്ട് തന്നിട്ടുള്ളത്. ഈ ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് എന്ത് ചെയ്യുന്നത്, പെൻറ്റഗണിനെ 2 ട്രപ്പീസിയമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത് 30 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ ബി ഈസ് ഈക്വൽ ടു 30 മീറ്റർ ആൻഡ് ഈ 2 സൈഡും ഈക്വൽ ആണ്. ഈ 2 സൈഡിൻ്റെയും ലെങ്ത് ഈക്വൽ ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ, ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആണെന്ന് പറയാൻ കാരണം ഇത് 90 ഡിഗ്രിയാണ് ഇവിടെ ഫോം ചെയ്യുന്നത് ഈ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ. സോ ഇത് സ്പ്ലിറ്റ് ഈക്വൽ, ഈ ഒരു പെൻറ്റഗണ് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ട്. സോ ഈ ഒരു സൈഡ് 15 മീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു 15 മീറ്റർ സൈഡിനെ ഇത് 2 ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സൈഡ് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇവിടുന്ന് ഇവിടേക്കുള്ള ഈ ഒരു ലെങ്ത് ഇതാണ് നമ്മൾക്ക് ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഹൈറ്റ് മീൻസ് opposite the height means the perpendicular line between two opposite parallel side. Perpendicular distance between the parallel side. Parallel side തമ്മിലുള്ള perpendicular distance ആണ് height ആയിട്ട് എടുക്കുന്നത്. ഇതാണ് height ആയിട്ട് വരുന്നത്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെയാണ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്, ഹൈറ്റ് h ആയിട്ട് എടുക്കുന്നത്. സോ ഇത് ടോട്ടൽ, ഇതിൻ്റെ ഈ ഒരു സൈഡിൻ്റെ ടോട്ടൽ ലെങ്ത് 15 ആണ്. അപ്പോൾ ഇതിനെ സെൻട്രലിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാർട്ട് h എന്നുള്ള ഈ ഒരു പാർട്ട് 15/2 ആണ്. 15/2 ആണ് നമ്മൾക്ക് ഈ ഒരു പോർഷൻ വരുന്നത്. 15/2 ഇതാണ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു പോർഷനാണ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ഹൈറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്, ഓപ്പോസിറ്റ് പാരലൽ സൈഡ് എ ആൻഡ് ബി, ഓപ്പോസിറ്റ് പാരലൽ സൈഡ് എ ആൻഡ് ബി. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ is equal to 15 and plus b is 30 and h means height between the opposite parallel sides, that is 15/2 ആണ് ഇതിൻ്റെ വാല്യൂ. 15/2 that's equal to 15 plus 30 is 45 into 15/2. 45 into 15 equal to 5 into 5 is 25. 2 is carry. Then 5 into 4 is 20. 20 plus 2 is 22. And 1 into 5 is 5. Then 1 into 4, 4. Therefore 5. 2 plus 5, 7. 4 plus 2 is 6. 675. 675 divided by 2. 675 divided by 2. 2 in 6 is 3. 3 into 2 is 6. Then 7. 6 minus 6 is 0. 7 ഇറക്കി എഴുതുക. How many times 2 in 7 is 3 times. 3 into 2 is 6. 7 minus 6 is 1. Then 15 ഇറക്കി എഴുതുക.
How many times 2 in 15? 7 times. 7 into 2 is 14. That is, remainder is 1. Remainder is 1. Then 0 add ചെയ്യുക. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പോയിന്റ് ഇടുക. Then how many times 2 in 10? 5 times. That is equal to 0. Answer equal to 337.5. യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ എല്ലാ ലെങ്ത്തും മീറ്റർ തന്നെയാണ് തന്നിട്ടുള്ളത്. ഏരിയ പറയുമ്പോൾ മീറ്റർ സ്ക്വയറിലാണ് വരിക. സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് കവിതയുടെ ഡയഗ്രാം ഉപയോഗിച്ച് പെൻറ്റഗണിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതെന്ന് നോക്കാം. കവിത ഡയഗണൽ വരച്ച് ആ പെൻറ്റഗണിനെ സ്ക്വയർ ആയിട്ടും അതുപോലെ ട്രയാങ്കിൾ ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് ഏരിയ കണ്ടെത്തിയിട്ടുള്ളത്. സ്ക്വയറിൻ്റെ ഏരിയ കാണുക, അതുപോലെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ട് ആഡ് ചെയ്താൽ പെൻറ്റഗണിൻ്റെ ഏരിയ കിട്ടും. നോക്കാം. ഏരിയ ഓഫ് സെക്കൻഡ് പാർട്ട്, ഏരിയ ഓഫ് എ പെൻറ്റഗൺ. Area of pentagon. Area of pentagon equal to area of triangle plus area of square. Area of triangle. Triangle കാണാനുള്ള equation 1/2 into BH. 1/2 into BH plus area of square. Square കാണാനുള്ള equation A square, that is A into A, equal to 1/2. BB is the base. ട്രയാങ്കിൾ പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു. ആ ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈൻ, അതായത് ബാക്കി രണ്ട് സൈഡുകൾ തമ്മിലുള്ള തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്നും ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈനാണ് എച്ച് ആയിട്ട് എടുക്കുന്നത്. ഇതാണ് ഹൈറ്റ് എച്ച് ആയിട്ട് എടുക്കുന്നത്. ഇതിനെ ബി ആയിട്ട് എടുക്കുന്നു. ഈ ഒരു സൈഡാണ് ബി ആയിട്ട് എടുക്കുന്നത്. അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈൻ ആണ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ ബി നമ്മൾക്കറിയാം 15 മീറ്റർ ആണ്. ഓൾ സൈഡ് ആർ ഈക്വൽ ആണ്. അതായത് സ്ക്വയറിൽ എല്ലാ സൈഡും ഈക്വൽ അല്ല. ഈ ഒരു ഫോർ സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് 15 ആയതുകൊണ്ട് തന്നെ ഇതും 15 ആണ്. ദെൻ എച്ച് ഹൈറ്റ് എത്രയാണ് എന്ന് നോക്കാം. പെൻറ്റഗണിന്റെ പെർപെൻഡിക്കുലർ ലൈൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പെൻറ്റഗണിനെ ഡിവൈഡ് ചെയ്യുന്ന 2 ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പെർപെൻഡിക്കുലർ ലൈൻ 30 മീറ്റർ ആണ്. സോ ഈ ഒരു പോർഷൻ 30 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 30 മീറ്റർ ആണ്. ദെൻ ഹൈറ്റ്, ഈ ഒരു പോർഷൻ, ഈ ഒരു സൈഡിൻ്റെ പോർഷൻ 15 മീറ്റർ ആണ്. സൈഡിൻ്റെ പോർഷൻ വരുന്നത് സൈഡ് 15 മീറ്റർ ആണ് ഇവിടെ വരുന്നത്. സോ ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത്തും 15 മീറ്റർ ആയിരിക്കും. ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ്റെ ഈ ഒരു പോർഷൻ്റെ ലെങ്ത് 15 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 30 മൈനസ് 15 ആയിരിക്കും ഹൈറ്റ് ആയിട്ട് വരുന്നത്. 30 മൈനസ് 15 ഈസ് ഈക്വൽ ടു 15.
ഇതാണ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഹൈറ്റിൻ്റെ ഹൈറ്റ് h is equal to 15 meter. ഇത് ടോട്ടൽ 30 ആണ്. ദെൻ ഈ ഒരു പോർഷൻ സൈഡ് 15 ആണ്. ദെൻ 30 minus 15 is equal to 15. That is height. Therefore, B is equal to 15. 1/2 into 15 into height 15 plus സൈഡ് ഓൾറെഡി അറിയാം നമ്മൾക്ക് 15 ആണ്. സ്ക്വയറിൻ്റെ സൈഡ് 15 ആണ്. ഈ ഒരു ഇതാണ് സ്ക്വയർ ആയിട്ട് എടുത്തിട്ടുള്ളത്. 15 ആണ്. ഓൾ സൈഡ് ആർ ഈക്വൽ ആണ്. Then 15 into 15. That's equal to 15 into 15 is 225 divided by 2 plus 225 equal to 225 divided by 2. 2 into is 1. Then next 2 work into 1. 0. Then 5 work that is 2 in 5. 2 times 2 into is 4. Remainder is 1. Then in decimal 0 add ചെയ്യുമ്പോൾ പോയിന്റ് ഇടുക. ദാറ്റ് ഈസ് 10ൽ 5 ടൈംസ് ആണ്. 5 into 2 is 10. 0. Then 112.5 reverse. Sorry. Plus 225. 112.5 plus 225. Then you add it all 0.5. 5 plus 2 is 7. And 2 plus 1, 3. Unit meter square. So two method use ചെയ്തിട്ട് നമ്മൾ പെൻറ്റഗണിൻ്റെ ഏരിയ കണ്ടുപിടുത്തി. രണ്ടും 337.5 മീറ്റർ സ്ക്വയർ ആണ്. സെയിം തന്നെയാണ്. രണ്ട് മെത്തേഡ് യൂസ് ചെയ്താലും നമ്മൾക്ക് കിട്ടുന്ന ആൻസർ. പക്ഷെ രണ്ട് വേസിൽ ടു ഡിഫറെൻറ്റ് വേസിൽ ചെയ്തു എന്നേ ഉള്ളൂ. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.